വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് വെള്ളരിക്ക പുളിങ്കറി അല്ലെങ്കിൽ വെള്ളരിക്ക കഷ്ണം വെച്ചിട്ട് നമുക്കൊരു പുളിശ്ശേരി തയ്യാറാക്കാം. ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഈ കഷ്ണം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനത് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 2 പച്ചമുളകൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഇത് വേവുന്നതിന് ഇതിൻ്റെ ഒരു പാകത്തിന് ഇപ്പം ഉപ്പ് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ പുളിശ്ശേരിക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, അപ്പോൾ അത് ഇപ്പം തന്നെ നമുക്ക് ഓൾറെഡി ഇട്ട് കൊടുക്കാം. അതും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് തിളച്ച് ഈ വെള്ളരിക്ക ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി തേങ്ങ അരച്ച് ഇതിൽ മോര് മിക്സിയിൽ തന്നെ അടിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ അരമുറി തേങ്ങ നന്നായിട്ട് നമുക്ക് പുളിശ്ശേരിയുടെ പരുവത്തിന് നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് ജീരകവും വറ്റൽമുളകും ചേർത്ത് വറ്റൽമുളകും ജീരകവും ചേർത്ത് തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചതിൽ മോര് അതിൻ്റെ കട്ട എല്ലാം മാറ്റി മിക്സിയിൽ അടിച്ച് ഞാൻ ചേർത്ത് വെച്ചേക്കുന്നതാണ്. 1.5 കപ്പ് മോരും തൈരും അതുപോലെ അരമുറി തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതുപോലെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. നമുക്ക് എന്തായാലും കഷ്ണം വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തു. അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഇതിനകത്ത് മോര് കൂടി തൈര് അല്ലെങ്കിൽ മോര് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഉപ്പ് കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി അതൊന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഉപ്പ് ലെവലാക്കിയിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കാര്യം മോര് ചേർത്തിട്ടുണ്ടാക്കുന്ന പുളിശ്ശേരിയിൽ നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കും. ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ട് അത് തിളയ്ക്കാതെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ നമ്മുടെ പുളിശ്ശേരി ഒന്ന് പതയുമ്പോഴത്തേക്കിനും നമുക്കങ്ങ് ഓഫ് ചെയ്ത് കടുക് താളിക്കാം. ഏകദേശം പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കടുക് താളിച്ചിടാം. ഞാൻ കടുക് താളിക്കാനൊരു കടായി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി. എണ്ണ ഞാൻ ഒഴിച്ചിരുന്നു. അപ്പോൾ അത് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകും ജീരകം ഒരു 2 പിഞ്ച് അത്രയും മതി. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ പുളിശ്ശേരിയിൽ ഉലുവാപ്പൊടി ഇട്ടത് കൊണ്ട് ഞാൻ ഉലുവ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു നല്ലൊരു റെഡിഷ് കളർ കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ പുളിശ്ശേരി വെള്ളരിക്ക ഇട്ട് വെച്ചിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മിക്കവർക്കും ചിലപ്പോൾ അറിയായിരിക്കും, എന്നാലും ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ പുതിയ തലമുറയിലേക്ക് വരുന്നവർക്ക് അറിയാതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പുളിശ്ശേരി തയ്യാറാക്കാം. എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.